നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ബോട്ടണിയുടെ 3rd ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ബോട്ടണിയുടെ 3rd ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന കിങ്ഡത്തിലെ 5 ഗ്രൂപ്പ്സ് ഉണ്ട്. 5 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെമ്പർ ആണ് ആൽഗെ, then bryophytes, then pteridophytes, then gymnosperms, and the last one angiosperms. അങ്ങനെ 5 ഗ്രൂപ്പാണ് പ്ലാന്റ്സ് ഉള്ളത്. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർമ്സ് ആൻഡ് ആൻജിയോസ്പെർമ്സ്. ഇതില് ആൻജിയോസ്പെർമിക് പ്ലാന്റ്സ്, ആൻജിയോസ്പെർമ്സിന്റെ പ്രത്യേകതയാണ് ദേ ഹാവ് ഫ്ലവർ. അപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആൻജിയോസ്പെർം എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. പ്ലാന്റ്സിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ആൻജിയോസ്പെർം എന്ന് പറയുന്നത്. ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ, ഫ്ലവർ ഉള്ള പ്ലാന്റ്സിന്റെ മോർഫോളജി. മോർഫോളജി മീൻസ് സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. അപ്പൊ നമ്മളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി ആവാം, അതേപോലെ റോസ് ആവാം, ദെൻ മസ്റ്റാർഡ് പ്ലാന്റ് ആവാം, കലോട്രോപ്പിസ് ആവാം. നമ്മുടെ മുറ്റത്ത് കാണുന്ന ഏതൊരു പൂ പിടിക്കുന്ന ചെടി നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് കാണുന്ന എക്സ്റ്റേണൽ പാർട്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും, അവരുടെ സ്പെഷ്യൽ ഫങ്ഷൻ ദാറ്റ് വി കോൾ ദ മോഡിഫിക്കേഷൻ, ഇത് എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പെർം എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആൻജിയോസ്പെർമിക് പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അതിനൊരു റൂട്ട് ഉണ്ട്, അതേപോലെ സ്റ്റെം ഉണ്ട്, ദെൻ ലീഫ്, ദെൻ ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന പാർട്സ്. നമ്മൾ ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും പറയുന്ന പാർട്സ് ഈ പറഞ്ഞ പാർട്സ് ഒക്കെ ആയിരിക്കും. റൂട്ട്, സ്റ്റെം, ലീഫ്, നമ്മൾ നോക്കാം, റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ. ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പാർട്സ് പ്രൊഡക്റ്റ് ആണ് ഫ്രൂട്ട് ആൻഡ് സീഡ്. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്റ്റേണൽ പാർട്സ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ. നമ്മൾ ഇത് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് വാട്ട് ഈസ് റൂട്ട്, വാട്ട് ഈസ് സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്, റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ നിന്നും ഒരു പ്ലാന്റിലെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സോയിലിന് അബ്സോർബ് ചെയ്യുന്ന പാർട്ട് മാത്രമാണ്. അതേപോലെ റൂട്ടാണ് പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷെങ്കിൽ റൂട്ടിനെ പ്ലാന്റിൽ താങ്ങി നിർത്തുന്ന പാർട്സ് എപ്പോഴും റൂട്ട് എന്ന് പറയുന്ന പാർട്ട് അല്ല. നമ്മൾ പഠിക്കുന്നുണ്ട് അമോർഫോഫാലസ്. നമ്മുടെ ചേന എന്ന് പറയുന്ന പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അതിൽ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അടിയിൽ കാണുന്ന ആ ചേന എന്ന് പറയുന്ന സാധനമാണ്. ദാറ്റ് വി കോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇറ്റ് ഇസ് നോട്ട് എ റൂട്ട്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് തെറ്റാണ്. തെറ്റാണെന്നല്ല, എപ്പോഴും ശരിയാവണമെന്ന് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്തൊക്കെയാണ് ഓരോ പാർട്സിന്റെയും പ്രത്യേകത. ഓക്കെ, ഒരു പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 2 പാർട്സ് ആണുള്ളത്. സപ്പോസ് നോക്കുക, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് വിചാരിക്കുക. സപ്പോസ് ഒരു പീ സീഡ് ആണ്. ഈ പീ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വിചാരിക്കുക. ജെർമിനേഷൻ നടക്കുന്ന സമയത്ത് സീഡിന്ന് ഒരു പാർട്ട് സോയിലിലേക്ക് ഗ്രോത്ത് നടക്കും. അതേപോലെ ഒരു പാർട്ട് ഇതുപോലെ മുകളിലേക്കും ജെർമിനേറ്റ് ചെയ്യും. ഈ താഴേക്ക് പോകുന്ന പാർട്ടാണ്
നമ്മൾ വിളിക്കുന്ന റൂട്ടായിട്ട് മാറുന്നത്, അതുപോലെ മുകളിലേക്ക് പോകുന്നത് ഷൂട്ടായിട്ട് മാറും. ഓക്കെ, ഈ താഴേക്ക് പോകുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ. റാഡിക്കൽ. മുകളിലേക്ക് പോകുന്ന പാർട്ടിനെ വിളിക്കുന്ന പേര് പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ. ഓക്കെ, the part move towards the soil is the radicle and above the soil is the plumule. ഈ റാഡിക്കൽ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് റൂട്ടായിട്ട് മാറുന്നത്, റൂട്ട് അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റം ആയിട്ട് മാറുന്നത്. റാഡിക്കൽ ഡിഫറൻഷിയേറ്റ് ടു ഫോം ദ റൂട്ട് സിസ്റ്റം. ദെൻ പ്ലിമ്യൂൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കാണുന്ന സ്റ്റെം, ലീഫ്, ബാക്കിയുള്ള എല്ലാ പാർട്സുമായിട്ട് മാറുന്നത് ഈ മുകളിലേക്ക് പോകുന്ന പാർട്ടാണ്. ആൻഡ് ദിസ് പാർട്ട് ഈസ് കോൾഡ് ഷൂട്ട് സിസ്റ്റം. നമ്മൾ പറയുന്നത് സോയിലിലേക്ക് പോകുന്നത് റൂട്ട് സിസ്റ്റം ആയിട്ടും above the soil level become the shoot system. Here the radicle differentiate to form the root system and plumule differentiate to form the shoot system. ഇനി റൂട്ട് സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നോക്ക. റാഡിക്കള് മോഡിഫൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു റൂട്ടായിട്ട് മാറി, ഒരു റൂട്ടായിട്ട് മാറി. ഈ റൂട്ടിൽ നിന്നും വീണ്ടും ഒരുപാട് സബ് റൂട്ട് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ റൂട്ട്, ഇത് അതിന്റെ സബ് റൂട്ട്, ഇത് അതിന്റെ സബ് റൂട്ട്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കളക്റ്റീവായിട്ട് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ പ്ലാന്റ്സ് there are 3 type of root system. There are 3 type of root system. ഏതൊക്കെയാണ് നോക്കുക. സീഡ് ജെർമിനേറ്റ് ചെയ്തു, റാഡിക്കൽ ഫോം ചെയ്തു, റാഡിക്കൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു മെയിൻ റൂട്ട് ഫോം ചെയ്തു. ഒരു മെയിൻ റൂട്ട് ഫോം ചെയ്തു. ഈ മെയിൻ റൂട്ടിനെ വിളിക്കുന്ന പേര് ടാപ്പ് റൂട്ട് ഓർ ദ പ്രൈമറി റൂട്ട്. ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ പ്രൈമറി റൂട്ട് എന്ന് വിളിക്കും. പ്രൈമറി റൂട്ട്. ഈ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നതാണ് മെയിൻ റൂട്ട്. റാഡിക്കൽ ഡിഫറൻഷിയേറ്റ് ഉണ്ടാവുന്ന പാർട്ടാണ് ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ഈ ടാപ്പ് റൂട്ടിൽ നിന്നും റൂട്ട് ഒരു റൂട്ടിന്റെ പാർട്ട് ജനറേറ്റ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ആ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി റൂട്ട്. സെക്കൻഡറി റൂട്ട്. ഓക്കെ, ഈ സെക്കൻഡറി റൂട്ടിൽ നിന്നുള്ള എല്ലാ റൂട്ട്സിനെയും വിളിക്കുന്ന പേരാണ് ടെറിഷ്യറി റൂട്ട്. ടെറിഷ്യറി റൂട്ട് മീൻസ് നമ്മൾ ചില പ്ലാന്റ് കുറിച്ച് നോക്കി, നമ്മുടെ മസ്റ്റാർഡ് പ്ലാന്റ് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു മാംഗോ പ്ലാന്റ്, അനാകാഡിയം പ്ലാന്റ്, ഏതെങ്കിലും ഒരു പ്ലാന്റ് ഇങ്ങനെ പറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ ടൈപ്പ് വേരായിരിക്കും അല്ലെ. ഒരു മെയിൻ വേരുണ്ടാവും, അതേപോലെ അതിൽ നിന്നും കുറെ സബായിട്ടുള്ള വേരുകൾ ഉണ്ടാവും. ആ മെയിൻ വേരിനെ വിളിച്ച പേര് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് നെറൈസ് ചെയ്യുന്നത് സെക്കൻഡറി റൂട്ട്. സെക്കൻഡറി റൂട്ട് നെറൈസ് ചെയ്യുന്നത് ടെറിഷ്യറി റൂട്ട്. ഇങ്ങനെ ടാപ്പ് റൂട്ട്, സെക്കൻഡറി റൂട്ട്, ടെറിഷ്യറി റൂട്ട് എന്ന് പറഞ്ഞിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് റൂട്ട് സിസ്റ്റം, that we call the tap root system. Tap root system. Tap root system എന്ന് പറയുന്നത് ആൻജിയോസ്പെർമിക് പ്ലാന്റ് 2 ടൈപ്പ് ഉണ്ട് മക്കളെ. 2 ടൈപ്പ് ആൻജിയോസ്പെർമിക് പ്ലാന്റ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഡൈക്കോട്ട് എന്നും, ഡൈക്കോട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡൻസ്, ഡൈക്കോട്ടിലിഡൻസ് എന്നും. സെക്കൻഡ് ഗ്രൂപ്പിനെ മോണോകോട്ട് അല്ലെങ്കിൽ മോണോകോട്ടിലിഡൻ. ഇതാണ് 2 ടൈപ്പ് ആൻജിയോസ്പേംസ്. 2 ടൈപ്പ് ആൻജിയോസ്പേംസ്. അതിൽ നമ്മുടെ ഡൈക്കോട്ടിലിഡൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ക്യാരക്ടർ ആണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. It is the character of dicotyledons. Dicotyledon plants ന്റെ ക്യാരക്ടർ ആണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പൊ നമുക്ക് ഏതൊരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വേര് കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ് ഡൈക്കോട്ട് ആണോ മോണോകോട്ട് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഡൈക്കോട്ട് ആണെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ടാപ്പ് റൂട്ട് ആണെങ്കിൽ ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും, പ്രൈമറി റൂട്ട് ഉണ്ടാവും. ആ പ്രൈമറി റൂട്ടിൽ നിന്ന് സെക്കൻഡറി റൂട്ടും ടെറിഷ്യറി റൂട്ടും ഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ചില പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ സീഡ് ജെർമിനേറ്റ് ചെയ്തു, സീഡ് ജെർമിനേറ്റ് ചെയ്തു. ജെർമിനേറ്റ് ചെയ്തപ്പോ താഴേക്ക് പോയ പാർട്ട് റാഡിക്കള്,
ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്തു, സപ്പോസ് റൈസ് സീഡ് എന്ന് വിചാരിച്ചോ. ജെർമിനേറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് പോകുന്നത് റാഡിക്കിള്, മുകളിലേക്ക് പോകുന്നത് പ്ലിമ്യൂൾ. റാഡിക്കിൾ ആണ് റൂട്ട് സിസ്റ്റം ആയിട്ട് മാറേണ്ടത്. ഈ താഴേക്ക് പോയ റാഡിക്കിള് സോയിൽ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ റാഡിക്കിള് ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ. പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ ഷൂട്ട് സിസ്റ്റത്തിന്റെ പാട്ടായിരിക്കും, സ്റ്റെമ്മിന്റെ പാട്ടായിരിക്കും. ഈ സ്റ്റെമ്മിന്റെ ബേസ് ന്യൂമറസ് ഹെയർ ലൈക്ക് റൂട്ട്സ് ആർ അറൈസ്ഡ്. ഈ ടൈപ്പ് റൂട്ട് കാണുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ മോണോകോട്ടിലിഡൻസ് എന്ന് വിളിക്കുന്നത്. ഈ ടൈപ്പ് റൂട്ടിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ രണ്ടാമത്തെ റൂട്ട് സിസ്റ്റം, that we call fibrous root system. Fibrous root system പ്രത്യേകത, radical differentiate to form the main roots, but it is degenerates. After its degeneration, numerous hair-like roots are arised from the base of the stem. That we call the fibrous root system. Fibrous root system is the character of monocotyledons. അപ്പൊ നമ്മൾ ചില ഗ്രാസ് ഒക്കെ പുല്ലുകളൊക്കെ പൊരിക്കുന്ന സമയത്ത് പുല്ലിന്റെ വേരുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഒരുപാട് വേരുകൾ ഉണ്ടാവും. അതിൽ മെയിൻ വേര്, സബ് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേപോലുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. ആ ടൈപ്പ് റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പോ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സും ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണുന്നത് മോണോകോട്ട് പ്ലാന്റ്സ് ആയിരിക്കും. ഇനി ചിലപ്പോഴും നമ്മൾ കാണുന്ന വേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബനിയൻ ട്രീയിൽ കാണുന്ന ടൈപ്പ്. ബനിയൻ ട്രീയിൽ നമ്മൾ കാണുന്നത് ഒരു നോർമൽ പ്ലാന്റ് ഉണ്ടാവും. ആ പ്ലാന്റിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും. ഈ ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് ബ്രാഞ്ചൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് നല്ല വുഡിയായിട്ടുള്ള ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ചിൽ നിന്നും താഴേക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൂട്ട് വരാറുണ്ട്. ഈ റൂട്ടാണ് നമ്മളിങ്ങനെ ആൽമരത്തിന്റെ ഒരു വേര് പിടിച്ച് നമ്മളിങ്ങനെ ആടുന്നൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ആക്ച്വലി ഈ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല വുഡിയായിട്ടുള്ള ബ്രാഞ്ച് ആണ്, അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. മീൻസ് ചിലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിത്തിൽ നിന്നല്ലാതെ വേരുകൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കപ്പ, ടപ്പിയോക്ക എന്ന് പറയുന്ന പ്ലാന്റിൽ നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് അതിന്റെ സ്റ്റെമ്മാണ്, വിത്തല്ല അല്ലെ. സ്റ്റെമ്മാണ് കുഴിച്ചിടുന്നത്. ആ സ്റ്റെമ്മ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ടിപ്പിന്ന് റൂട്ട് വരാറുണ്ട്. അതേപോലെ റോസ് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും വേരുകൾ വരാറുണ്ട്. മീൻസ് വിത്ത് മുളച്ചിട്ടല്ല ആ ടൈപ്പ് വേരുകൾ ഉണ്ടാവുന്നത്. റെഡി? ഇങ്ങനെ ഉണ്ടാവുന്ന വേരുകളെ അല്ലെങ്കിൽ റൂട്ടിനെ വിളിക്കുന്ന പേരാണ്, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് റൂട്ട് സിസ്റ്റം, ദാറ്റ് വി കോൾ അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. Adventitious root system means the root arised from any part of the plant other than radical. റാഡിക്കൽ എന്നല്ലാതെ മറ്റേത് പാർട്ടിൽ നിന്ന് റൂട്ട് ഉണ്ടായി കഴിഞ്ഞാലും ആ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടാപ്പിയോക്ക, ബനിയൻ ട്രീ, ആൽമരം, then sugar cane. ഇതൊക്കെയാണ് നമ്മുടെ അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് in plants there are 3 types of root system: tap root system, fibrous root system and adventitious root system. tap root system എന്ന് പറയുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടർ ആണ്. ഡൈക്കോട്ട് പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിൻ റൂട്ട് ഉണ്ട്. ആ മെയിൻ റൂട്ടിൽ നിന്ന് സെക്കൻഡറി ടെറിഷറി റൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. ടൈപ്പ് റൂട്ട് സിസ്റ്റത്തിൽ വിളിക്കുന്ന പേരാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെ ക്യാരക്ടർ, the radical differentiate form a main root that we call the tap root. From the tap root, secondary and tertiary roots are arised. Then fibrous root system means the radical differentiate to form the root, but it is short-lived, so that it degenerates. Then from the base of the stem,
a cluster of roots, hair-like roots are raised, that we call fibrous root system. It is a character of monocot plants. Then third type is the adventitious root system. Adventitious means the root arises from any part of the plant other than radicle. Example, tapioca, banyan tree, sugar cane, rose, hibiscus plant, etc. നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ടിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന റീജിയൻസ് എന്തൊക്കെയായിരിക്കും? വാട്ട് ആർ ദ റീജിയൻസ് ഓഫ് റൂട്ട്? നമ്മൾ പറഞ്ഞത് ഇതേ സോയിൽ ലെവലിൽ നിന്ന് താഴേക്ക് പോകുന്ന പാർട്ടാണ് റൂട്ട് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ റൂട്ട്. റൂട്ടിന് നോക്കിക്കഴിഞ്ഞാൽ ഈ റൂട്ടിന്റെ ടിപ്പ് എന്ന് പറയുന്നത്, ഏതൊരു പ്ലാന്റിന്റെ ടിപ്പ് എന്ന് പറയുന്നതും വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ സെല്ലുകളായിരിക്കും. എ സ്മോൾ സെൽ വിത്ത് ഡെൻസ് പ്രോട്ടോപ്ലാസം ആൻഡ് ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ്. ഒരു പ്ലാന്റില് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലിനെ വിളിക്കുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഓർ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് നമ്മുടെ റൂട്ടില് അതിന്റെ ടിപ്പിലും കാണുന്നത്. ഈ ടിപ്പ് റീജിയൻ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാർട്ടായതുകൊണ്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ പുറത്തേക്കൂടെ ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ഈ റീജിയൻ ആണ് ഏറ്റവും ടിപ്പിൽ കാണുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പ് അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, they are known as calyptra. കാലിപ്ട്രോജൻ എന്ന് പറയുന്ന ടിഷ്യൂന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് നമ്മുടെ റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാലിപ്ട്ര എന്ന് വിളിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയും. ഇപ്പൊ വിളിക്കുക റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ ടിപ്പിൽ കാണുന്ന തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ഈ റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് റൂട്ട് ടിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെ? റൂട്ട് ടിപ്പില് നല്ല ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള സ്മോൾ സെൽസ് ആണ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. ഈ ടിഷ്യൂ റീജിയനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, റൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഹാർഡായിട്ടുള്ള സ്ഥലത്തെ കൂടിയും റൂട്ട് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് താഴേക്ക് പോകും, അല്ലെ? പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിനെ തുരന്ന് താഴേക്ക് പോകാനുള്ള കപ്പാസിറ്റി നമ്മുടെ റൂട്ടിന് ഉണ്ട്. വെള്ളം എവിടെയാണോ ഉള്ളത്, ന്യൂട്രിയൻസ് എവിടെയാണോ ഉള്ളത്, ആ റീജിയനിലേക്ക് നമ്മുടെ റൂട്ടിന് ഗ്രോത്ത് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സോയിൽ നല്ല ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സോയിലിനെ ഒന്ന് ലൂസ് ചെയ്യണ്ടേ? അങ്ങനെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇതിൽ സപ്പോസ് നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു വിചാരിക്കുക. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു, നല്ല ഉറച്ച സ്ഥലത്താണ് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ നമുക്ക് ഗോളി പോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ കുഴിക്കും, അല്ലെ? പോസ്റ്റ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴിക്കും. നല്ല ഹാർഡായിട്ടുള്ള ഏരിയ ആണെങ്കിൽ നമ്മളവിടെ ലേശം വെള്ളമൊഴിക്കും. വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് കുഴിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മുടെ റൂട്ടിന് സോയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പെനിട്രേഷന് വേണ്ടിയിട്ട് ഈ സോയിൽ ബൈൻഡിങ്സ് ഒക്കെ നല്ല ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. സോയിൽ ബൈൻഡിങ്, ആ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സോയിൽ ബൈൻഡിങ്സിനെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചറും കൂടിയാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് പ്രൊട്ടക്ഷൻ ടു ദ റൂട്ട് ടിപ്പ് റീജിയൻ. സെക്കൻഡ് വൺ ഹെൽപ്സ് ഫോർ ലൂസനിങ് ഓഫ് സോയിൽ ബൈൻഡിങ്സ്. സോയിൽ ബൈൻഡിങ്ങിനെ ലൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ക്യാപ്പ്. ഇനി ടിപ്പിലാണ് റൂട്ട് ക്യാപ്പ് നമ്മൾ പറഞ്ഞത്. ഈ റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിലുള്ള റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞു it consists of a small actively dividing cell with dense protoplasm. ചെറുതായിരിക്കും, ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെല്ലായിരിക്കും, നന്നായിട്ട് പ്രോട്ടോപ്ലാസം മീൻസ് സൈറ്റോപ്ലാസവും ന്യൂക്ലിയോപ്ലാസവും ധാരാളമായിട്ട് ഉണ്ടാവും. ഈ റീജിയൻ വിളിക്കുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ് നമ്മൾ വിളിച്ചത്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാണുന്ന റീജിയൻ വിളിക്കുന്ന പേര് മെരിസ്റ്റമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് റീജിയൻ. ഓക്കെ, ഈ മെരിസ്റ്റമാറ്റിക് റീജിയന് തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറയുന്നത് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക.
ഈ സെല്ലിൽ ഡിവിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ സെല്ലിലെ ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറും, ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറും, അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഈ സെല്ല് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറും, രണ്ട് സ്മോൾ ഡോട്ടർ സെൽസ്. ഇതല്ലേ നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. എടി സൈസ് ചെറുതാണ്. ഈ ചെറുതായിട്ടുള്ള സെല്ല് അടുത്ത സ്റ്റേജിൽ എന്താണെന്നറിയോ? ഈ സെല്ല് ആദ്യം ഒന്ന് വലുതാവണം അല്ലെ, രണ്ട് വലിയ സെല്ലായിട്ട് മാറണം, എന്നിട്ട് വീണ്ടും ഡിവിഷൻ നടക്കണം അടുത്തേക്ക്. മീൻസ് ഇതിന് തൊട്ട് മുകളിൽ കാണുന്ന സെല്ലിന്റെ പ്രത്യേകത, ഇറ്റ് ഹാവ് സം ലാർജ് സെൽസ്, ഇലോഗേറ്റഡ് സെൽസ്. അടി ഇങ്ങനെ ഇലോഗേറ്റഡ് ആയിട്ടുള്ള സെൽസ് കാണുന്ന ഈ റീജിയൻ വിളിക്കുന്ന പേര്, മെരിസ്റ്റമാറ്റിക് റീജിയന്റെ തൊട്ട് മുകളിൽ കാണുന്ന ഇലോഗേറ്റഡ് ആയിട്ടുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ്, സെല്ല് കാണുന്ന റീജിയൻ വിളിക്കുന്ന പേരാണ് ഇലോങ്ങേഷൻ റീജിയൻ, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ റൂട്ടിന്റെ എൻലാർജ്മെന്റ്, ലെങ്ത് കൂടുന്നത്. ഓക്കെ, അപ്പൊ റൂട്ട് എൻലാർജ്മെന്റ്, റൂട്ട് ഇലോങ്ങേഷൻ നടക്കുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇവിടെ കാണുന്ന ടിഷ്യൂസിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എൻലാർജ് ഓർ ഇലോങ്ങേറ്റഡ് സെൽസ്. ഓക്കെ, ഇനി ഇതിന് മുകളിൽ കാണുന്ന സെല്ല്, ഇപ്പൊ ഈ സെല്ല് വലുതായത് മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ടിഷ്യൂ ആയിട്ട് മാറിയിട്ടില്ല. അതിനുശേഷം ഈ ടിഷ്യൂ ഏത് പ്ലാന്റ് ടിഷ്യൂ ആണോ ഉണ്ടാവേണ്ടത് ആ ടിഷ്യൂ ആയിട്ട് മാറും. മീൻസ് ഇതിന് തൊട്ട് മുകളിൽ കാണുന്ന ടിഷ്യൂ ഇതേ കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ടിഷ്യൂസ് ആയിരിക്കും. ഈ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് പെർമനന്റ് ടിഷ്യൂ അല്ലെങ്കിൽ മെച്യൂർ ടിഷ്യൂ. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ്, മെച്യൂർ ടിഷ്യൂ കാണുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ്, ഈ മെച്യൂർ ടിഷ്യൂ എല്ലാം പാരൻകൈമ ടിഷ്യൂ ആയിരിക്കും റൂട്ടില്. പാരൻകൈമ, അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സൈലം ഫ്ലോയ ഒക്കെ കാണുന്ന ടിഷ്യൂ ആയിരിക്കും. ഈ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ്, സോറി, റീജിയനെ വിളിക്കുന്ന പേര് മെച്ചുറേഷൻ റീജിയൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ, മെച്ചുറേഷൻ റീജിയൻ. ഓക്കെ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇതാണ് നമ്മുടെ റൂട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മെയിൻ റീജിയൻ എന്ന് പറയുന്നത്. ഏറ്റവും ടിപ്പിൽ കാണുന്നത് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് റീജിയനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. അതിന് തൊട്ട് മുകളിൽ കാണുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ടിഷ്യൂ ആണ്. ആ റീജിയൻ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അതിന്റെ മുകളിൽ കാണുന്ന റീജിയൻ എന്ന് പറയുന്നത് മെച്യൂർ റീജിയൻ ആണ്. ഈ മെച്യൂർ റീജിയനിലാണ് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുക. ഈ മെച്ചുറേഷൻ റീജിയന്റെ പ്രത്യേകത തന്നെ അറിയോ? ഈ മെച്ചുറേഷൻ റീജിയൻ നമ്മൾ നേരത്തെ പറഞ്ഞു, റൂട്ടിനകത്ത് നിന്ന് വീണ്ടും സബ് റൂട്ട് ഫോം ചെയ്യാറുണ്ട്, സെക്കൻഡറി ടെർഷ്യറി റൂട്ട്സ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിൽ നിന്നും ചില ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാറുണ്ട്. ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇതിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് ഹെയർസ്. ഓക്കെ, ഇങ്ങനെയുള്ള റൂട്ട് ഹെയർസിന്റെ ഫോർമേഷൻ നടക്കുന്നത് റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആയിരിക്കും. അതാണ് റീജിയൻ ഓഫ് മെച്ചുറേഷന്റെ മറ്റൊരു പ്രത്യേകത. From the region of maturation, the root hairs are arised. The root hairs are arised. Root hairs are arised. ഈ റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞറിയോ, ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ സോയിലിന് ന്യൂട്രിയൻസും വാട്ടറും അബ്സോർബ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. പക്ഷെ എല്ലാ സമയത്തും നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് ശരിയാവണമെന്ന് ഇല്ല. നമ്മൾ പറയുന്നത് ഒരു റൂട്ടിനകത്ത് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് അവിടെ കാണുന്ന ഹെയർസ് ആയിരിക്കും. അതാണ് റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ. ആക്ച്വലി റൂട്ട് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ അല്ല, റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ ആണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ബട്ട് ദ റൂട്ട് ഹെയർസ് ആർ ദ പാർട്ട് ഓഫ് റൂട്ട്. സോ ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. റെഡിയല്ലേ? അപ്പൊ റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഇറ്റ് ഹെൽപ്സ് ഫോർ the absorption of water and minerals from the soil. From where the root hairs are present? It is located or it arises from the region of maturation of roots. Clearly നമ്മൾ പഠിച്ചത് ഒരു റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 3 റീജിയൻ ഉണ്ട്. മെച്ചുറേഷൻ റീജിയൻ, ഇലോങ്ങേഷൻ റീജിയൻ, മെരിസ്റ്റമാറ്റിക് റീജിയൻ. മെരിസ്റ്റമാറ്റിക് റീജിയനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് റൂട്ട് ക്യാപ്പ് അല്ലെങ്കിൽ കാലിട്ര എന്ന് വിളിക്കുന്നത്. റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് ടിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ദേ ഹെൽപ്സ് ഫോർ
the loosening of soil bindings. Okay, soil bindings ലൂസ് ചെയ്തിട്ട് റൂട്ടിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന റൂട്ടിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് കാണുന്നത് മെരിസ്റ്റമാറ്റിക് റീജിയനിൽ. ഇലോങ്ങേറ്റഡ് സെൽസ് അല്ലെങ്കിൽ സെൽ ഇലോങ്ങേഷൻ, സെൽ ഗ്രോത്ത് നടക്കുന്ന റീജിയൻ ഇലോങ്ങേഷൻ റീജിയൻ. റൂട്ട് ഹെയർസ് അറൈസ് ചെയ്യുന്ന ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂസ് കാണുന്ന റീജിയനെ വിളിക്കുന്ന പേര് മെച്ചുറേഷൻ റീജിയൻ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റൂട്ടിന്റെ റീജിയൻസ് എന്ന് പറയുന്നത്.